അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. പാചക വിശേഷങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നല്ല അടിപൊളി ഒരു ടിപ്സും കൂടെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുഖകാന്തി, ചർമ്മകാന്തി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ്. ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളത്. ഇനിയിപ്പം നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷന് പോകണമെങ്കിൽ ആ ഒറ്റ സ്റ്റെപ്പ് ചെയ്തുകൊണ്ട് പോകാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, 40 വയസ്സ് കഴിഞ്ഞ എല്ലാവരും തന്നെ ഈ പാക്ക് ചെയ്തിരിക്കണം. നല്ലതാണ്. നമ്മുടെ കുറച്ച് നമുക്ക് ഏജ് കൂടുന്തോറും നമ്മുടെ ഈ സ്കിന്നെല്ലാം ഇങ്ങനെ താഴോട്ട് വരും. അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ടുള്ള നല്ല ഒരു സൂപ്പർ ഒരു ഫേസ് പാക്കാണിത്. കൂടാതെ ഇത് മുഖത്തിന് നല്ല ഗ്ലോയും ബ്രൈറ്റ്നസ്സും ഒക്കെ തരും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ മുഖത്തിന്റെ ആ ഗ്ലോയ്. ഇത് ഞാനിപ്പോൾ ചെയ്തിട്ടാണ് ഇൻട്രോ എടുക്കാനായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അപ്പം എന്തെങ്കിലും മാറ്റമാണെങ്കിൽ എല്ലാവരും പറയണം കേട്ടോ. സത്യാവസ്ഥ മാത്രമേ പറയാനുള്ളൂ. എനിക്ക് പക്ഷെ നന്നായിട്ട് തോന്നുന്നുണ്ട്. എൻ്റെ മുഖം കണ്ടിട്ട് നല്ല ഒരു ഗ്ലോ ഒക്കെ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇനി കൂടുതൽ പറയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. കൂടാതെ തന്നെ ലൈക്ക് ചെയ്യുന്നവർക്കും, വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും, കമൻറ്റ് ചെയ്യുന്നവർക്കും, ഷെയർ ചെയ്യുന്നവർക്കും, സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷം എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ ഞങ്ങൾ ഇന്ന് 4 മണിയായപ്പോൾ തന്നെ എഴുന്നേറ്റു. മോൻ ഇന്ന് പോകണമായിരുന്നു. ട്രിവാൻഡ്രത്തേക്കാണ് പോകുന്നത്. അപ്പോൾ പോകാനെല്ലാം റെഡിയായി. പിന്നെ ലഗേജെല്ലാം കാറിലെടുത്ത് വെക്കുകയാണ്. രവിച്ചേട്ടൻ ഗേറ്റ് തുറക്കുന്നുണ്ട്. ഇന്ന് സ്ട്രീറ്റ് ലൈറ്റ് പോയല്ലേ? സ്ട്രീറ്റ് ലൈറ്റ് ഇന്നലെ ഇല്ലായിരുന്നോ? 2 ദിവസമായെന്ന് തോന്നുന്നു പോയിട്ടല്ലേ? വിളിച്ചു പറയണം. അപ്പം മോൻ റെഡി ആയിട്ട് നമുക്ക് കാവൊക്കെ ഉണ്ട്. രാവിലെ കാവിലൊക്കെ തൊഴുവാണ്. പിന്നെ 4 മണി ആയതുകൊണ്ട് രാവിലെ ഒന്നും കഴിച്ചിട്ട് പോകാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ പിന്നെ ഒരു ഗ്ലാസ് കാപ്പി മാത്രമാണ് കുടിച്ചത്. അവിടെ ചെന്നിട്ട് പോകുന്ന വഴിക്കോ ഇടയ്ക്കോ എല്ലാം കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മോനങ്ങനെ പോയി. ഇപ്പോൾ വെളുപ്പിനെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തുമല്ലോ, ട്രാഫിക്കും ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് വെളുപ്പിനെ പോയത്. ഇന്ന് ഞങ്ങൾക്ക് ദോശയാണ്. ദോശയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദോശ അരി ഉഴുന്ന് അരച്ചതിൻ്റെ ഒരു ശകലം മിച്ചം വന്നു. അതെന്തായാലും തികയത്തില്ല. അപ്പം നമ്മുടെ എല്ലാം ഒരു പരിപാടി ഉണ്ടല്ലോ, അതിനകത്തോട്ട് കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് കലക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം അങ്ങനെ ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടിയും നമുക്ക് അരി ഉഴുന്നും അരച്ചതും കൂടെ ഉള്ള മിക്സഡ് ദോശയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഓരോ ദിവസവും രാവിലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഓരോ ദിവസവും തള്ളിവിടുന്ന പാട് നമുക്ക് വീട്ടമ്മമാർക്ക് പറഞ്ഞാലേ അത് മനസ്സിലാകത്തുള്ളൂ അല്ലേ. അപ്പോൾ കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു. അത് ചൂടാക്കാനായിട്ട് വെച്ചിരിക്കുന്നു. പിന്നെ ഇതിനിടയ്ക്ക് അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അരിയും കൂടി ഇട്ട് കൊടുത്തേക്കാം. വെള്ളം തിളച്ചില്ല. അപ്പം എല്ലാം കൂടെ അവിടെ കിടന്ന് തിളക്കട്ടെ അല്ലേ. ഇപ്പം നമ്മുടെ അരിയൊക്കെ ഇട്ടു. അപ്പോൾ ഒന്നും കൂടെ ഇളക്കി കൊടുത്തേക്കാം. എനിക്കിപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സമയം അറിയാം. ഞാൻ റൈസ് കുക്കറിലാണ് വെക്കുന്നത്. ഒരു 1.5 മണിക്കൂർ, കറക്റ്റ് 1.5 മണിക്കൂർ ആകുമ്പോഴത്തേക്കും വെന്തോന്ന് പോലും ഞാൻ നോക്കാറില്ല. നമുക്കതിൻ്റെ വേവൊക്കെ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ എടുത്ത് വാർത്തിട്ടാൽ മതി. അപ്പം പിന്നെ അരിയുടെ കാര്യം നമുക്ക് നോക്കുകയേ വേണ്ടല്ലോ. പിന്നെ കറിക്ക് എന്തെങ്കിലുമൊക്കെ നോക്കിയാൽ മതിയാകും. അങ്ങനെ ദോശ ചുട്ടോണ്ടിരുന്നപ്പോൾ മീൻകാരൻ്റെ വിളി കേട്ടു. അങ്ങോട്ടേക്ക് ഓടി. പക്ഷേ ദോശ കരിഞ്ഞില്ലായിരുന്നു. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പോയത്. അപ്പം നമുക്ക് ചൂടൻ കിട്ടിയായിരുന്നു. നല്ല ചൂടൻ, നല്ല സൂപ്പർ ചൂടൻ. അപ്പം ഇനി ഇത് ഒന്ന് വെട്ടിയെടുക്കണം. രാവിലെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ഈ പണിക്ക് പോകത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാപ്പി കുടിക്കാൻ പോലും സമയം കിട്ടുകയില്ലാതാകും. അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം ഇതൊക്കെ ഒന്ന് വെട്ടിയെടുക്കണം. ഇത് വെട്ടിയെടുക്കണമെങ്കിൽ കുറച്ച് സമയം വേണമല്ലോ. പിന്നെ നമ്മൾ കത്രിക വെച്ച് വെട്ടുന്നതുകൊണ്ട് എളുപ്പം നമ്മുടെ പരിപാടി കഴിയും. അപ്പം നമുക്കിന്ന് കിട്ടിയ മീൻ ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ. അതെല്ലാം വെട്ടി ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കൊഴുവ, നെത്തോലി, പിന്നെ എന്തൊക്കെയോ പേര് പറയും ഇതിന്. അപ്പം ഇത് വെള്ളയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. മറ്റേ ഈ കൊഴുവയൊക്കെ ഒരുമാതിരി റോസ് കളറിലൊക്കെ ഇല്ലേ. അപ്പം എനിക്ക് ഇന്ന് കിട്ടിയത് വെള്ളയാണ്. എനിക്ക് തോന്നുന്നു വെള്ളയാണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് നേരം ഇരുന്ന് കുത്തിയിരുന്ന് വെട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ പറ്റിച്ചെടുക്കാം. അപ്പം അതിനെല്ലാം ഞാൻ അരപ്പെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുവാണ്. അരപ്പിനകത്ത് ചേർക്കുന്ന സാധനങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. എപ്പോഴും പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നോർത്താണ് എപ്പോഴും പറയാത്തത്. അപ്പം നമ്മുടെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ കൊഴുവ പറ്റിച്ചതുണ്ട്,
പിന്നെ നമുക്ക് കുറച്ച് പുളിശ്ശേരി ഇരിപ്പുണ്ട്, പിന്നെ ഇന്നലെ വെച്ച വെള്ളരിക്ക കിച്ചടി ഇരിപ്പുണ്ട്, പിന്നെ എന്ത് പറഞ്ഞു, പിന്നെ സാമ്പാറിൻ്റെ ഒരു അറ്റമുണ്ട്. അത് സാമ്പാർ തീരാറായി. പിന്നെ ഇപ്പം കുക്കർ വടിച്ചു കഴിഞ്ഞാൽ സാമ്പാറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ ആവും. ഇപ്പം ഇന്നത്തെ കറിയൊക്കെ ഇതൊക്കെ തന്നെ. പിന്നെ ഇന്നിപ്പം മെഴുക്കുവരട്ടിയും തോരനും അങ്ങനെയൊന്നും വെക്കുന്നില്ല. ഇന്നലെ വെച്ച മെഴുക്കുവരട്ടിയുടെയും തോരൻ്റെയും ഒക്കെ കുറച്ച് ഇരിപ്പുണ്ട്. തോരൻ ഇന്നലെ വെച്ചില്ല കേട്ടോ, പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാ, മെഴുക്കുവരട്ടിയാണ്. അപ്പം അതൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇന്നിപ്പം ഇത് മാത്രം എനിക്ക് വെച്ചാൽ മതിയാകും. അപ്പം ഇത് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇത് വെച്ച് കൊടുത്തിട്ട് വേറെ ഒരു കുഞ്ഞിപ്പണിയും കൂടെ ഉണ്ട്. ആ കുഞ്ഞിപ്പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ അടുപ്പയിലോട്ടൊന്ന് വെച്ച് കൊടുക്കട്ടെ. രാവിലെ തന്നെ മോൻ പോയി കേട്ടോ. മോനപ്പോൾ പോയോ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പം പിള്ളേർ അടുത്തുള്ളപ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. കയ്യിൽ കഴിയിട്ടെ അപ്പോഴത്തേക്കും ഉണ്ടല്ലോ എല്ലാം നമ്മൾ ഓടി നടന്ന് ഉണ്ടാക്കും. ഇതിപ്പോൾ ആരും ഇല്ലാത്തപ്പോൾ നമുക്ക് അത്രയ്ക്കൊന്നും തോന്നിക്കത്തില്ലെന്നേ. പിന്നെ നമുക്ക് എന്തെങ്കിലും കഴിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ. നല്ല അനക്കമായിരുന്നേ. എനിക്കിപ്പോൾ ആ താഴത്തെ മുറിയിലോട്ട് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടേ പുള്ളി വരത്തുള്ളായിരിക്കും. അപ്പം ട്രിവാൻഡ്രത്തേക്ക് ട്രാൻസ്ഫറായി, ഞാൻ പറഞ്ഞല്ലോ എല്ലാവരോടും. അപ്പം അതുകൊണ്ട് 4 മണിക്ക് തന്നെ പോയി, പെട്ടെന്ന് എത്താമല്ലോ എന്ന് ഓർത്തിട്ട് 4 മണിക്കൊക്കെ പോയത്. അപ്പം എത്തിക്കഴിഞ്ഞിട്ട് വിളിച്ചാലും തന്നെ എത്തിയെന്നൊക്കെ പറഞ്ഞു. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ വൈകിട്ടേ പറയത്തുള്ളൂ. പിന്നെ അടുത്ത ഒരു ലൊട്ടിലുടുക്ക് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് മാവ് മിച്ചം ഉണ്ടായിരുന്നു. അപ്പൊ ഈ അപ്പത്തിന്റെ മാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അരയുന്നതാണ്. അപ്പൊ നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി തരിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ശകലം ഒരു ഇത്ര റവ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്ക, തേങ്ങ, ശർക്കര. ഇതിനകത്ത് പഞ്ചസാര ഇട്ടുണ്ടാക്കുന്നവരും ഉണ്ട്, ശർക്കര ഇട്ടുണ്ടാക്കുന്നവരും ഉണ്ട്. പഞ്ചസാരയെക്കാട്ടിലും കൂടുതൽ നല്ലത് ശർക്കരയാണ് നമ്മുടെ ശരീരത്തിന്. പഞ്ചസാര ചീത്തയല്ല, അതുകൊണ്ടാണ് ഞാൻ ശർക്കര ഇട്ടിരിക്കുന്നത്. എന്നിട്ടൊരു ശകല സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ കലക്കി ഇതാ വെച്ചിരിക്കുന്നതാണിത്. അപ്പൊ ഇത് ഒരുവിധമൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഇവിടെ ഒരു ഇഡലി കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു പ്ലേറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ മാവൊക്കെ മിച്ചം വന്നു കഴിഞ്ഞാൽ ആരും കളയരുത് കേട്ടോ. ഇത് അപ്പം നമുക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമുക്കൊരു കിണ്ണനപ്പം അല്ലെങ്കിൽ വട്ടയപ്പം കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പം ഇത് മാവ് 2-3 ദിവസമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ ഓർത്തു ഇന്നിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ള കാര്യമുള്ളൂ, ഇന്നിപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ഈ പണിക്ക് പോയത്. ഇവിടെ രവിചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാ കുറച്ച് അണ്ടിപ്പരിപ്പടി. ഇതിപ്പം നെയ്യിൽ വറുത്തിട്ട് ഇതിൻ്റെ മേളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നന്നായിരിക്കും. ഇപ്പം ഞാൻ വറക്കുന്നൊന്നുമില്ല. ഇതിപ്പോൾ പച്ചയ്ക്ക് തന്നെ ഇതിൻ്റെ മേളിലോട്ട് ഞാനങ്ങ് വെച്ച് കൊടുക്കുവാണ്. നമുക്ക് കഴിക്കാനല്ലേ. പിന്നെ വെളിയിൽ നിന്നൊക്കെ നമുക്ക് വിരുന്നുകാരം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്താൽ മതി തന്നെ. ഇതൊക്കെ നമുക്ക് ഓരോ ജോലി കുറയ്ക്കാം, അത്ര തന്നെ അല്ലേ. വറുത്തിട്ടാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ വറക്കാനൊന്നും പോകുന്നില്ല. പിന്നെ നെയ്യ് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ മോനിതൊന്നും കഴിക്കത്തില്ല കേട്ടോ, അവനിതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഞാൻ അവൻ പോയിട്ട് ഇതുണ്ടാക്കാമെന്നും വെച്ചിട്ടിരുന്നാണ്. ഇതൊന്നും പുള്ളിക്കാരൻ കഴിക്കത്തൊന്നും. പിള്ളേർക്കൊന്നും വേണ്ടല്ലോ. പിള്ളേർക്ക് കുഴിമന്തിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മതിയാവുമല്ലോ. അപ്പം ഇനി ഇത് നമുക്ക് അടച്ചു കൊടുക്കാം. ഇതും അവിടെ ഇരുന്ന് വേഗട്ടെ. അപ്പം ഇന്ന് ഈ 2 കാര്യങ്ങളേ ഉള്ളൂ. അപ്പം അപ്പുറത്ത് എനിക്ക് നമ്മുടെ പൂന്തോട്ടമില്ലേ, പൂന്തോട്ടം അതിനൊക്കെ ഇപ്പം ഞാനൊന്ന് വെച്ച് പിടിപ്പിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മഴ പ്രമാണിച്ചെല്ലാം പോയായിരുന്നു. 2ാമത് അതിനെയൊക്കെ പിടിപ്പിച്ച് വരുന്നേ ഉള്ളൂ. അപ്പം അതിന് വെള്ളം ഒഴിക്കാനായിട്ട് പൈപ്പ് ഒടിഞ്ഞു പോയി എന്ന് തോന്നുന്നു. പൈപ്പ് ഒടിഞ്ഞു പോയി. ഞങ്ങൾ അമ്മയുടെ അടുത്ത് പോയില്ലായിരുന്നു 10 ദിവസം ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പൈപ്പ് ഒടിഞ്ഞു കിടക്കുന്നു. അപ്പം നമുക്ക് അതിൽ നിന്ന് വെള്ളം ഒഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ വെള്ളം കോരിക്കൊണ്ട് ഒഴിച്ചുകൊണ്ടിരുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓസ്റ്റാ പൊടിഞ്ഞു പോയി. പിന്നെ ഇപ്പം എന്താ രവിചേട്ടന് ഞങ്ങൾക്ക് സ്ഥിരം ഇത് പ്ലംബിങ് പണിക്ക് വരുന്ന ഒരു പയ്യനുണ്ട്, ഉണ്ണി എന്നതിൻ്റെ പേര്. അപ്പം അതിനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പം എല്ലാവർക്കും ചോറും കറികളും ഒക്കെ ആയോ? ഇന്നാണെങ്കിൽ എനിക്ക് അയൽക്കൂട്ടം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കുറച്ച് നേരം അങ്ങനെ നമ്മുടെ സമയം ഒത്തിരിയും പോകുമല്ലോ. ഒരാഴ്ച കൂടിയല്ലേ നമ്മുടെ കൂട്ടുകാരെയൊക്കെ നമ്മൾ കാണുന്നത്. അപ്പം നമുക്ക് ഭയങ്കര സന്തോഷം. അയൽക്കൂട്ടം കഴിഞ്ഞാൽ അവിടെ വാജ അടിച്ച് കുറച്ച് നേരമൊക്കെ ഇരിക്കും. എല്ലാവരും അങ്ങനല്ലേ, അയൽക്കൂട്ടമുള്ളവരൊക്കെ അങ്ങനെ തന്നെയല്ലേ. അപ്പം അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 5:30 ആവും. അവിടെ അയൽക്കൂട്ടത്തിൽ കാപ്പിയും ചായയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് സ്പെഷ്യലായിട്ട് അവർ കാപ്പിയൊക്കെ ഇട്ടത്. പിന്നെ കാപ്പിയും ചായയും കുടിക്കാത്തവർക്ക് എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെന്താ പറയുന്നത്, നമ്മുടെ സുപ്രിയ കുട്ടിക്കും അയൽക്കൂട്ടം ഉണ്ട്. എല്ലാം മിക്കവർക്കും തന്നെ ഉണ്ട്. ഇല്ലാത്തവർ വളരെ ചുരുക്കമാണെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടല്ലേ നമ്മുടെ കയ്യിലൊക്കെ 10 വയസ്സ് വരുന്നത് അല്ലേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.
അപ്പം എന്നപ്പം ഈ കൊഴുവ പറ്റിച്ചൊക്കെ റെഡി ആകട്ടെ. അപ്പം റെഡി ആയി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം പിന്നെ നമ്മുടെ റെസ്റ്റിനുള്ള സമയമാണ്. ഇന്ന് വലിയ പണിയൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പണിയൊന്നും ഇല്ലെന്ന് പറയും. വലിയ പണിയൊന്നും ഇല്ലാത്ത ദിവസമാണ് നമ്മൾ ഒരുപാട് താമസിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം കേട്ടോ. അപ്പൊ ഇത് എങ്ങനാ ഉണ്ടാക്കിയെടുത്തേന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം, അല്ലേ? ഇതിനകത്ത് എന്തെല്ലാം ചേരുവകളാണ് ചേർത്തിരിക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിരിക്കുന്നത്. ഈ അരിപ്പൊടി ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. ദാ ഇത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ ഫേസിന് എത്ര വേണോ അത്രയും മാത്രം നമ്മൾ എടുത്തേച്ചാൽ മതി. എന്നിട്ട് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഈ അരിപ്പൊടിയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. കണ്ടോ, ഇതേമാതിരി കണ്ടോ. ഇനി നമുക്കിതൊന്ന് സ്റ്റൗവിൽ വെച്ച് കുറുക്കിയെടുക്കാം. നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. കുറുക്കിയെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇത് ചിലപ്പം അടിക്കൊക്കെ പിടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ കപ്പി കാച്ചിയൊക്കെ എടുക്കത്തില്ലേ, ഇല്ലേ? അതുമാതിരി കുറുക്കിയെടുക്കുക. കുറുക്കിയെടുക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടങ്ങ് കട്ടി പിടിച്ച കുറുക്ക് ആവരുത്. അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ ഇത് കുറുകി വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ വീഡിയോ കൂടുതൽ ലെന്തായി പോകും. ഇതാ ഈ ഒരു പരുവം മതി. എന്നിട്ട് നമ്മളങ്ങ് ഗ്യാസ് ഓഫ് ചെയ്യുക. കണ്ടോ, ഈ ഒരു പരുവത്തിൽ കണ്ടോ, ഭയങ്കരമായിട്ട് കുറുക്കായി പോകരുത്. ഈ ഒരു പരുവത്തിൽ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ഇത് നന്നായിട്ട് തണുക്കാൻ നമ്മൾ അനുവദിക്കുക. തണുക്കട്ടെ കേട്ടോ. അപ്പം എന്താ, ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്ന സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കിക്കേ. ഇത് അരിപ്പൊടിയാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് അലോവര ജെല്ലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അലോവര ജെല്ല് കുറച്ച് മതി കേട്ടോ. അലോവര ജെല്ല് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ വൈറ്റമിൻ ഇ. ഇതെല്ലാവർക്കും അറിയാലോ ഈ ക്യാപ്സൂള്. അപ്പോൾ ഇത് ഒരെണ്ണം ഒഴിച്ചാൽ മതിയാവും കേട്ടോ. നമുക്ക് ഇതിപ്പം മിച്ചം വന്നാലും നമുക്കെടുത്ത് സൂക്ഷിച്ച് വെക്കാം. ഒരുപാട് ദിവസത്തേക്ക് വെക്കാനായിട്ട് പറ്റില്ല. പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന നമ്മുടെ പാരച്ചൂട്ടിൻ്റെ വെളിച്ചെണ്ണയാണ്. പിന്നെ ഇതിപ്പം ആൽമണ്ട് ഓയിലും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഒരു കയ്യിൽ ഫോൺ ഇരിക്കുന്നത് കൊണ്ടാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പം ഈ ഒരു ഇതിൽ വേണം നമുക്ക്, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഇത് കിട്ടാനായിട്ട്. കണ്ടോ, ഇതുപോലെ ഇരിക്കണം. ഇതിനകത്ത് അധികം സാധനങ്ങളൊന്നും തന്നെ നമ്മൾ ചേർത്തിട്ടില്ല. ആകപ്പാടെ 3 സാധനങ്ങളേ ഉള്ളൂ. ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തന്നല്ലോ. ആകപ്പാടിനകത്ത് ചേർത്തിരിക്കുന്ന വിറ്റാമിൻ ഇ ക്യാപ്സൂള്, അരിപ്പൊടി കുറുക്കിയത്, പിന്നെ അലോവര ജെല്ല് ഫ്രഷ് ഉണ്ടെങ്കിൽ അതിടാം. ഇപ്പം എൻ്റെ കയ്യിൽ ഞാനത് പറിച്ചില്ല അതായത് ഇതുവരെ. അപ്പോഴത്തേക്കും ഞാൻ വാങ്ങിച്ചതാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ പാരച്ചൂട്ട്, അത് ആൽമണ്ട് ഓയിലും ചേർക്കാം. അതില്ലാത്തവർ വെളിച്ചെണ്ണ ചേർക്കാം. അപ്പം എൻ്റെ കയ്യിൽ ആ ഓയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തത്. അപ്പോൾ ഈ 3 സാധനങ്ങൾ മാത്രം മതിയാകും. ഇത് നമുക്ക് ഒരു 40 വയസ്സ് കഴിഞ്ഞ് എല്ലാവരും തന്നെ ചെയ്തിരിക്കേണ്ട ഒരു പായ്ക്കാണിത്. നല്ല അടിപൊളി പായ്ക്കാണിത്. ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തിനൊക്കെ നല്ല ഗ്ലേസിങ്ങും നല്ല ബ്രൈറ്റ്നസ്സും ഒക്കെ കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, നമുക്കിപ്പം ഒരു 65 വയസ്സായാൽ പോലും ഇത് നമ്മൾ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് ഒരു 40 വയസ്സിൻ്റെയൊക്കെ എന്ത് പറഞ്ഞ ചർമ്മകാന്തിയെ തോന്നിക്കത്തുള്ളൂ. മലയാളത്തിൽ പറഞ്ഞല്ലേ, ശരിക്കും മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചർമ്മകാന്തി എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അപ്പോൾ നമുക്ക് 65 വയസ്സായാലും നമുക്ക് ഒരു 40 വയസ്സിൻ്റെ മുഖകാന്തി നമുക്ക് ശരിക്കും കിട്ടും. 100% ഉറപ്പാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വൈകുന്നേരം മാത്രം ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. ദിവസവും തേക്കാവുന്ന ഒരു ഫേസ് പാക്കാണിത്. ഒരു കുഴപ്പവും ഇല്ലാത്തതാണ്. നമ്മുടെ അരിപ്പൊടിയല്ലേ, വൈകുന്നേരങ്ങളിൽ മാത്രം തേക്കുക. പിന്നെ ഇപ്പം വൈകുന്നേരം സമയമില്ലാത്തവർ രാവിലെ തേക്കുക. രാവിലെ തേച്ചിട്ട് വെയിലത്തിറങ്ങാനായിട്ട് പാടില്ല കേട്ടോ. അപ്പം വൈകിട്ട് തേക്കുക. പിന്നെ എല്ലാ ദിവസവും ഇത് തേച്ച് കൊടുക്കാം. പിന്നെ എല്ലാ ദിവസവും തേക്കാൻ മടിയുള്ളവർ ആഴ്ചയിൽ 2-3 ദിവസം തേച്ചാൽ മതിയാകും. ഇതിപ്പം ഞാൻ എൻ്റെ ഫേസിലേക്കൊന്ന് തേച്ച് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഫേസിൽ നന്നായിട്ട് ഇത് തേച്ചിങ്ങനെ പിടിപ്പിക്കുക. കണ്ടോ, നന്നായിട്ട് പിടിപ്പിക്കുക.
ഇതിനിടയ്ക്ക് ഫോണിൻ്റെ പുറകെ പോയി, അതായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നന്നായിട്ട് ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് കേട്ടോ. അരിപ്പൊടിയിൽ ഇടിയപ്പത്തിൻ്റെ പൊടി എടുക്കാളൂ, പുട്ടിൻ്റെ പൊടിക്ക് നല്ല തരി കൂടുതലാണ്, അതെടുക്കാനായിട്ട് പാടില്ല കേട്ടോ. ഇത് തേച്ചിട്ട് കഴുകി കളയുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ ഫേസിന് നല്ല ഒരു ഗ്ലോയും ബ്രൈറ്റ്നെസ്സും ഒക്കെ കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സ് കഴിഞ്ഞവർ തീർച്ചയായിട്ടും ഈ പാക്ക് ചെയ്യണം. ഇതിപ്പോൾ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് 3-4 ദിവസത്തേക്ക് ഉപയോഗിക്കാം. ഒത്തിരി ദിവസത്തേക്കൊന്നും ഇരിക്കത്തില്ല കേട്ടോ. അരിപ്പൊടിയല്ലേ, ഒരുമാതിരി വളിച്ച മണം വരും. കണ്ണിൻ്റെ താഴെയും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ എനിക്ക് 3-4 ദിവസത്തേക്കുണ്ട്. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കും. എന്നിട്ട് നമ്മൾ കെട്ടുന്നതിന് കുറച്ച് മുന്നേ വെളിയിലേക്ക് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ ഇങ്ങനെ കല്ല് പോലെ ഇരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഫേസിലെല്ലാമായി. നിങ്ങൾ കഴുത്തിലും ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ കഴുത്തിൽ ചെയ്യുന്നില്ല, ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നതേ ഉള്ളതുകൊണ്ട് ഞാൻ കഴുത്തിൽ ചെയ്തില്ല. പിന്നെ നമ്മൾ 2 കൈയിലും കൂടെ കുറേശ്ശെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. ഒരു 5 മിനിറ്റോളം നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുക്കുമ്പം താഴേന്ന് മേളിലോട്ട് മാത്രമേ മസാജ് ചെയ്ത് കൊടുക്കാറുള്ളൂ കേട്ടോ. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിങ്ങനെ തൂങ്ങിപ്പോകും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നെറ്റിയിലും ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. കണ്ണിൻ്റെ താഴെ ഇട്ട് കൊടുക്കാം. പതുക്കെ ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കഴുത്തിൽ ചെയ്യണം. ഞാനിപ്പോൾ കഴുത്തിൽ ചെയ്യുന്നില്ല. താഴേന്ന് മേളിലോട്ട്. ഇത് ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകിയിട്ട് വേണം ഈ പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതൊരു പാടും ഇല്ലാത്തതാണ്. നമുക്ക് ഇത് അധികം ഈ ഒറ്റ സ്റ്റെപ്പ് മാത്രമല്ലേ ഉള്ളൂ ഇതിന്. അപ്പോൾ ഒറ്റ സ്റ്റെപ്പ് മാത്രം ആയതുകൊണ്ട് എല്ലാവർക്കും തന്നെ ചെയ്യാം. മടിച്ച് കോതകൾക്കും ചെയ്യാവുന്നതാണിത്. ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോയും ബ്രൈറ്റ്നസ്സും ഒക്കെ കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് 40 വയസ്സ് കഴിഞ്ഞ് എല്ലാവരും തന്നെ ഈ പാക്ക് ഉപയോഗിക്കുന്ന ഒരുപാട് നല്ലതാണ്. അപ്പോൾ 65 വയസ്സിലും നമ്മുടെ മുഖ സൗന്ദര്യം 40 വയസ്സിലേക്ക് മാറും കേട്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. എല്ലാവർക്കും സുന്ദരന്മാരുമാണ് ശരിക്കും നമ്മൾ ഫേസൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നതും സൗന്ദര്യം വരണം, അല്ലെങ്കിൽ സൗന്ദര്യം നമ്മൾ ഭയങ്കരമായിട്ട് നോക്കുന്നതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 35 വയസ്സ് 40 വയസ്സൊക്കെ കഴിയുമ്പോഴല്ലേ നമ്മൾ ഈ പണിക്കൊക്കെ പോകുന്നത്. അതിന് മുന്നേ നമ്മളിതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല കേട്ടോ. ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു, ശ്രദ്ധിക്കാറേ ഇല്ലായിരുന്നു. ഇപ്പൊ കുറേ നാളെ ആയിട്ടുള്ളൂ ഇതൊക്കെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയിട്ട്. ശരിക്കും അങ്ങനെയല്ലേ അല്ലേ? അങ്ങനെയല്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പം അങ്ങനെയുള്ളവരൊന്ന് കമന്റ് ചെയ്തേക്കണേ എനിക്ക് കേട്ടോ. അല്ല നമ്മൾ ചെറുതിലെ ഒന്നും 10-25 വയസ്സോ അല്ലെ 18 വയസ്സോ ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ ഈ സൗന്ദര്യം ഒന്നും സത്യത്തിൽ ശ്രദ്ധിക്കാറില്ലായിരുന്നു. ഇപ്പോഴാണ് കൂടുതൽ ഈ സൗന്ദര്യമൊക്കെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയത് അല്ലേ? ശരിക്കും നമ്മൾ ഒരു ഏജ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് കൂടുതൽ പ്രായം ആകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഫേസ് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് പ്രായമായ ഒരു ഇത് തോന്നിക്കും. അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം ഞാനിത് 5 മിനിറ്റോളം മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പാക്ക് ഫേസിൽ ഒരു 20 മിനിറ്റ് വെച്ചുകൊണ്ടിരിക്കുക. 20 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് അരിപ്പൊടിയാണ്. അപ്പം നമ്മുടെ മുഖം ഇങ്ങനെ വലിയുന്ന പോലെ തോന്നും. ഒട്ടും വിഷമിക്കേണ്ട. കുറച്ച് വെള്ളം നമ്മുടെ ഫേസിലോട്ട് ഇങ്ങനെ കുടഞ്ഞിട്ട് ഇത് കഴുകി കളഞ്ഞാൽ മതിയാകും. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം ഞാൻ ഇത് വരാം കേട്ടോ. എന്നിട്ട് കാണിച്ചു തരാം. ഇത് തുടയ്ക്കുമ്പോഴുള്ള അത്ഭുതം നിങ്ങളെ കാണിച്ചു തരാം. നല്ല ഗ്ലോ കിട്ടും, 100% ഉറപ്പാണ്. അല്ലാണ്ട് എനിക്കിങ്ങനെ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ഒന്നുമല്ല. എനിക്കങ്ങനെ വ്യൂസ് കിട്ടുകയും വേണ്ട. നമ്മൾ ശരിക്കുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന വ്യൂസ് നമുക്ക് മതിയാകും. അപ്പം ഞാനിതൊക്കെ ചെയ്ത് നോക്കുന്നതുകൊണ്ടാണ് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാനിതെല്ലാം ഷെയർ ചെയ്യുന്നതിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമുക്കിത് തുടച്ച് കളയുന്നത് കാണിച്ചു തരാം. അപ്പോൾ 20 മിനിറ്റായി. നമുക്കിതിനി തുടച്ച് മാറ്റാം. ഇത് കണ്ടോ, നമ്മൾ തേച്ചിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല മുഖത്തല്ലേ. അത്രയ്ക്ക് നല്ലൊരു പാക്കാണിത്. കണ്ടോ, ഇതൊക്കെ ചെയ്ത് കൊടുക്കണം നമ്മൾ കേട്ടോ. കുറച്ച് ഏജ് ആയവരൊക്കെ ഇതൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പ്രയോജനം കിട്ടും നമ്മുടെ സ്കിന്നിനൊക്കെ. കണ്ടോ, ഇത് കണ്ടോ, നമ്മളിങ്ങനെ തുടച്ച് കളയുമ്പോൾ തന്നെ നമുക്ക് ആ വ്യത്യാസം നന്നായിട്ട്
അനുഭവപ്പെടും. കണ്ടോ, നല്ല ഗ്ലോ ആയിട്ടിരിക്കും. എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. ഇനി നിങ്ങളുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ടോ, നല്ലതായിട്ട് തോന്നുന്നുണ്ട്. കണ്ടോ, നല്ല പായ്ക്കാണ്. ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ. അതുകൊണ്ട് വലിയ പാടൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ ഫേസ് നല്ല എന്താ പറയുന്നത്, ഡ്രൈ സ്കിന്നിനൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് നല്ലതാണ് കേട്ടോ. ഈ ആൽമണ്ട് ഓയിലും വെളിച്ചെണ്ണയൊക്കെ നമ്മുടെ ഡ്രൈ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. കണ്ടോ, ഏത് സ്കിന്നുള്ളവർക്കും ഈ പാക്ക് ചെയ്യാം കേട്ടോ. ഡ്രൈ സ്കിന്നൊന്നുമില്ല, ഏത് സ്കിന്നുള്ളവർക്കും ഇത് ചെയ്യാം. പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ സ്കിന്നുകാർക്കും ഒരുപാട് നല്ലതാണെന്ന് ഞാൻ പറയുമായിരുന്നു. ഇതിനകത്ത് ചേർക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയല്ലേ. കണ്ട ഇപ്പം നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്നില്ല നമ്മുടെ മുഖത്തിൽ, നല്ല ഇതുണ്ട്. കണ്ട, ഇതിപ്പോൾ ആര് കണ്ടാലും ചോദിക്കും ഫേസിൽ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കും വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക്. എന്നോട് അങ്ങനെ മിക്കവരും ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ വീഡിയോയിൽ എങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. കണ്ട, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാക്കാണിത്. കാരണം നമുക്ക് മെനക്കേടൊന്നുമില്ല, ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പം നമുക്ക് എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴും ഈ ഒറ്റ സ്റ്റെപ്പ് ചെയ്തിട്ട് നമുക്ക് പോകാം. വെയിലത്ത് ഇറങ്ങരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇത് ചെയ്യുമ്പോൾ വൈകുന്നേരങ്ങൾ എപ്പോഴും ചെയ്യുന്നത് തന്നെയാണ് ഒരുപാട് നല്ലത്. പിന്നെ സമയമില്ലാത്തവർക്ക് രാവിലെ ആണെങ്കിലും ചെയ്യാം. അപ്പം ഞാൻ ഫേസ് ഒന്നുകൂടെ നന്നായിട്ട് കഴുകിയിട്ടൊക്കെ വരട്ടെ കേട്ടോ. അപ്പം ഞാൻ ഫേസൊക്കെ നന്നായിട്ട് കഴുകി. അപ്പം എന്താ, ഞാൻ പൗഡർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഞാൻ വേറെ കെമിക്കലായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാറില്ല. ഈ നാച്ചുറലായിട്ടുള്ള ടിപ്സ് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വേറെ ഒന്നും എനിക്കിഷ്ടമല്ല, കെമിക്കലൊന്നും എനിക്കിഷ്ടമല്ല. പിന്നെ ആകെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺസ്ക്രീൻ ലോഷൻ മാത്രം ഉപയോഗിക്കാറുണ്ട്. അത് വെളിയിലേക്ക് പോകുമ്പോഴാണ്. ഇതാണ് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലതാട്ടോ, നല്ല സൂപ്പറായത്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വേറെ ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല. ഇത് കുറേ നാളായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെളിയിലോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ട്. ഭയങ്കര വെയിലല്ലേ. അപ്പോൾ നമ്മുടെ മുഖം എല്ലാം കരുവാളിച്ച് പോവുകയും ഒരുമാതിരി സണ്ണിൻ്റെ ഇതുകൊണ്ട് മുഖം, ഒന്നാമത് നമുക്ക് ഈ കരിമങ്ങല്ലിയൊക്കെ ഉള്ളവർക്ക്, ഞാനിപ്പോൾ ഒന്ന് കരിമങ്ങല്ലി എല്ലാം ഒന്ന് കളഞ്ഞെടുത്തതേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞാനങ്ങനെ വെയിലത്തോട്ട് ഇറങ്ങാറേ ഇല്ല. വെയിൽ പിന്നെ അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പുറത്തോട്ട് പോകാറുണ്ട്. അപ്പോൾ ഞാൻ ഇതാണ് തേച്ചിട്ട് പോകും, അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം. ഇല്ലെങ്കിൽ ഞാൻ പോകത്തുമില്ല. അങ്ങനെയാണ് എൻ്റെ ഫേസിലെ പാടെല്ലാം മാറിയത്. നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന മാറ്റം നമുക്ക് നന്നായിട്ട് അറിയാനായിട്ട് പറ്റും. വേറെ ഒരു കാര്യങ്ങളും ഞാൻ കെമിക്കലായിട്ട് ഉപയോഗിക്കാറില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇനി വലിച്ച് നീട്ടിക്കൊണ്ട് പോകുന്നൊന്നുമില്ല. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.